വിശദമായി നോക്കാം. നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ് ഇന്ന് ന്യൂസ് ഡീകോഡിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വർഷങ്ങളായി അലട്ടുന്ന തലവേദനയാണ് നാഷണൽ ഹെറാൾഡ് കേസ്. കേസിൽ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്ന ഇടപെടൽ ഇന്നലെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. എന്താണ് ആ കോടതി ഇടപെടൽ? എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഈ കേസിനെ കുറിച്ച് തന്നെയാണ്. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഉണ്ടായ കോടതിയുടെ ഇടപെടൽ എന്ന് നോക്കാം. എന്തായാലും കോടതിയുടെ ഇടപെടൽ കോൺഗ്രസിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നത് തന്നെയാണ്. കഴിഞ്ഞ 7-8 വർഷമായി കോൺഗ്രസിനെ അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ. അതിൽ നിരവധി തവണ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇ ഡി വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അന്വേഷണം പൂർത്തിയാക്കി ഇ ഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഒരു കുറ്റപത്രം നൽകുന്നത്. പക്ഷേ എന്താണ് കോടതി ചെയ്തത്? ആ കുറ്റപത്രം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ഡൽഹി കോടതി ചെയ്തത്. ആ കുറ്റപത്രം തള്ളുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി ആ കുറ്റപത്രം തള്ളിയത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ വിസമ്മതിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് നിയമപരമായി നിലനിൽക്കില്ല എന്ന കാരണമാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇ ഡി അന്വേഷണം നടത്തുമ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയാണ് അന്വേഷണം നടത്തിയത്. അതിൽ തന്നെ ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഇ ഡിയുടെ അന്വേഷണവും അതുപോലെ തന്നെ മറ്റ് സമൻസ് നടപടികളും ഒക്കെ ഉണ്ടായത്. എന്നാൽ കള്ളപ്പണം തടയുന്നതിനുള്ള നിയമമാണ് PMLA ആക്ട്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ആക്ട് പ്രകാരം എഫ്ഐആർ ഇല്ലാതെ ഇത്തരം കുറ്റാരോപണങ്ങൾ അന്വേഷിക്കാനാകില്ല എന്നാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണം. ആ നിരീക്ഷണത്തെ തുടർന്ന് തന്നെയാണ് കുറ്റപത്രം തള്ളുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇ ഡിയുടെ ആദ്യ നടപടി തന്നെ റദ്ദാക്കപ്പെട്ടതിനാൽ ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു നിരീക്ഷണം കൂടി ഇന്നലെ ഡൽഹി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇതോടുകൂടി പൂർണ്ണമായും കോൺഗ്രസിന് ആശ്വസിക്കാൻ കഴിയില്ല. ഒക്ടോബർ 3 ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകാം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് കടക്കുന്നതിൽ തടസ്സമില്ല എന്നുകൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ കേസ് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. ഇതിന്റെ തലവേദന തുടർന്നും കോൺഗ്രസിന് നേരിടേണ്ടി വരും, കോൺഗ്രസ് നേതാക്കൾക്ക് നേരിടേണ്ടി വരും എന്നത് വ്യക്തമാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്നാണ്. ഈ കേസിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഒരല്പം കൂടുതൽ പുറകോട്ട് പോകേണ്ടി വരും എന്ന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുമൊക്കെ മുൻപ് നമുക്ക് എന്താണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം. 1937 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് 1937 നെഹ്റു തുടങ്ങിയ ഇംഗ്ലീഷ് പത്രം, അതാണ് നാഷണൽ ഹെറാൾഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോരാട്ടങ്ങൾക്കൊക്കെ ഒരു മാധ്യമം, ഒരു പത്രം എന്ന നിലയിൽ നാഷണൽ ഹെറാൾഡ് വലിയ പിന്തുണയും പങ്കുമൊക്കെ വഹിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രസാധകരാണ് AJL എന്ന കമ്പനി. അതായത് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്നാണ് AJLന്റെ ഫുൾ ഫോം. ഈ കമ്പനിയാണ് ഈ പത്രത്തിന്റെ പ്രസാധകർ. അതായത് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഏതാണ്ട് 5000-ഓളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഓഹരി ഉടമകളാക്കിക്കൊണ്ടായിരുന്നു ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഈ പത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. അന്ന് നെഹ്റുവിന്റെ ശക്തമായ ലേഖനങ്ങളും അതൊക്കെ ഈ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തുടക്കകാലത്ത് ആദ്യകാലങ്ങളിൽ തന്നെ ഈ പത്രം വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എന്ന് തന്നെയാണ് വാസ്തവം. അങ്ങനെ നെഹ്റു മാത്രമല്ല, നെഹ്റുവിന് പുറമെ MC എന്നറിയപ്പെടുന്ന M. ചലപതി റാവു, കുഷ്യന്ത് സിംഗ്, അതുപോലെ തന്നെ മലയാളിയായ P. തര്യൻ, അങ്ങനെയുള്ള പ്രഗത്ഭരൊക്കെയായിരുന്നു അന്ന് ആ പത്രത്തെ നയിച്ചത്. നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രം മാത്രമല്ല, ഖ്വാമി ആവാസി എന്ന പേരിൽ ഒരു ഉറുദു പത്രം കൂടി ഈ കമ്പനി പ്രസിദ്ധീകരിക്കുകയും അത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ നോക്കൂ, പിന്നീട് ആ സമയത്തൊക്കെ നമുക്കറിയാം വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ കോൺഗ്രസിന്റെ ഈ സമര കാഹളങ്ങൾക്കൊക്കെ വലിയ ശക്തി പകരുകയും ചെയ്തിരുന്നു ഈ പത്രങ്ങൾ. അപ്പോൾ 1942 ബ്രിട്ടീഷ് ഭരണകൂടം നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ കൊണ്ട് എല്ലാം കഴിഞ്ഞില്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടം ഈ പത്രം അടച്ചുപൂട്ടിയെങ്കിലും പിന്നീട് വീണ്ടും പ്രസിദ്ധീകരണം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരുന്നു നെഹ്റു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. ശരി, ഇനി നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 2008 ഏപ്രിലിൽ
ഈ പത്രത്തിന്റെ പ്രിന്റിംഗ് നിലയ്ക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ശേഷം നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. അങ്ങനെ മാനേജ്മെന്റിൽ തന്നെ വലിയ മാറ്റമുണ്ടായപ്പോൾ പതിയെ ഈ പത്രത്തിന്റെ ജനപിന്തുണ താഴോട്ട് പോകാൻ തുടങ്ങി. നെഹ്റുവില്ലാതെ ചലപതി റാവു ഇല്ലാതെ ഈ പത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയായിരുന്നു വാസ്തവം. അങ്ങനെ കൂടാതെ മാനേജ്മെന്റിന്റെ പലതരത്തിലുള്ള പിടിപ്പുകേടുമുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. അങ്ങനെ പ്രസിദ്ധീകരണത്തിന്റെ 70-ാം വർഷമായ 2008 ഏപ്രിൽ 1-ന് നാഷണൽ ഹെറാൾഡിന്റെ പ്രിന്റിംഗ് നിലച്ചു. നാഷണൽ ഹെറാൾഡിന് പിന്നാലെ ഈ ഉറുദു പത്രമായ ഖ്വാമി ആവാസിനും പൂട്ടുവീഴുകയാണ് ചെയ്തത്. പക്ഷെ പത്രം പൂട്ടിയപ്പോൾ ആ സമയത്ത് 200-ലധികം വരുന്ന ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വോളണ്ടറി റിട്ടയർമെന്റ് ആനുകൂല്യമായി AJL കമ്പനി ഏതാണ്ട് 50 കോടിയിലധികം രൂപയായിരുന്നു അന്ന് നൽകിയത്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഇന്ത്യയിൽ തന്നെ ആ റിട്ടയർമെന്റ് ചരിത്രത്തിൽ തന്നെ നടന്നിട്ടില്ലാത്ത വിധമുള്ള ആനുകൂല്യങ്ങൾ തന്നെയായിരുന്നു ജീവനക്കാർക്ക് നൽകിയത്. അതായത് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത തരത്തിൽ അവിടെയുള്ള ജീവനക്കാരെയൊക്കെ പറഞ്ഞയക്കണമെന്ന് അന്ന് തന്നെ സോണിയാഗാന്ധി നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും അന്ന് പത്രം പൂട്ടിയപ്പോൾ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും അതുപോലെ തന്നെ ഈ പത്രത്തിന്റെ മറ്റ് ബാധ്യതകളൊക്കെ തീർക്കാനും ഒക്കെ വേണ്ടി കോൺഗ്രസ് AJL കമ്പനിക്ക് 90 കോടി രൂപ ഒരു വായ്പാ സഹായം എന്ന രീതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ശരി, പിന്നീട് 2010 യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി പത്രം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. 2 വർഷങ്ങൾക്ക് ശേഷം UPA സർക്കാർ അധികാരത്തിൽ വരുന്നു. അങ്ങനെ 2010 UPA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് AJLന് നൽകിയ വായ്പ പിന്നീട് യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒരു പരാതി അതിനുശേഷം 2012 BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJP നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയുമാണ് ഒരു പരാതിയായി ആദ്യം രംഗത്ത് വരുന്നത്. എന്താണ് ആ പരാതിയുടെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. AJLന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ട് ഏതാണ്ട് 1000 കോടിയുടെ ഭൂസ്വത്തുള്ള AJL കമ്പനിയെ യങ് ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടാക്കി അത് തട്ടിയെടുത്തു എന്ന് സുബ്രഹ്മണ്യ സ്വാമി ആരോപിക്കുന്നു. അതുപോലെ തന്നെ AJLന്റെ പേരിൽ ശതകോടികൾ വിലമതിക്കുന്ന ഡൽഹിയിലെ ഹെറാൾഡ് ഹൌസ് അത് വെറും 50 ലക്ഷം രൂപയ്ക്കാണ് കോൺഗ്രസ് സ്വന്തമാക്കിയതെന്നാണ് സ്വാമിയുടെ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞില്ല, ഡൽഹിയിൽ മാത്രമല്ല ലക്നൌവിലും മുംബൈയിലുമൊക്കെ AJLന്റെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം യങ് ഇന്ത്യ പൂർണ്ണ നിയന്ത്രണം ഈ സ്വത്തുക്കളുടെ മേൽ നേടിയെന്നൊക്കെ സ്വാമി ആരോപിക്കുകയുണ്ടായി. ഒപ്പം ഈ ഇടപാടിലൂടെ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണവും ഉന്നയിച്ചു. അങ്ങനെ പിന്നീട് അന്വേഷണം നടക്കുന്നു. രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ സോണിയാഗാന്ധി, സുമൻ ദുബെ അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികളായത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു കേസിൽ ഇവർക്ക് പുറമെ പ്രതി ചേർക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ ട്രഷററായിരുന്നു മോത്തിലാൽ വോറ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകൻ സുമൻ ദുബൈ, സാങ്കേതിക വിദഗ്ധനായ സാം പിട്രോദ, ഇവരൊക്കെ കേസിലെ മറ്റു പ്രതികളായിരുന്നു. പക്ഷെ പിന്നീട് മോത്തിലാൽ വോറയും അതുപോലെ തന്നെ ഓസ്കാർ ഫെർണാണ്ടസും മരണപ്പെട്ടതിനെ തുടർന്ന് അവരെ പിന്നീട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. നിരവധി തവണ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്തു. ചോദ്യമുനയിൽ ഇരുവരും എത്തി മണിക്കൂറുകളോളം ഒക്കെ ചോദ്യം ചെയ്തതൊക്കെ രാജ്യം ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിൽ 2014 സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ പിന്നീട് രാഹുൽ ഗാന്ധിയും ഒക്കെ കോടതി വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. 2015 ഈ കേസിൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലിൽ ED ഒരു അന്വേഷണം നടത്തി. പിന്നീട് തെളിവില്ല എന്നൊക്കെ കണ്ട് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മോദി സർക്കാർ അന്വേഷണം തുടരുകയാണ് ചെയ്തത്. ഇതാണ് കേസിന്റെ ഒരു ചുരുക്കത്തിലുള്ള ഒരു കാര്യം. എന്തായാലും ഇതിലിപ്പോൾ കുറ്റപത്രം നൽകി, പക്ഷെ ആ കുറ്റപത്രം തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടം കൊണ്ട് ഈ കേസ് തീരില്ല. ഇതിലൊരു അപ്പീൽ പോകാനുള്ള സാധ്യതയൊക്കെ ED അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്, FIR ഉണ്ട്. അപ്പോൾ അതിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കാമെന്നൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം വലിയ ദേശീയ തലത്തിൽ തന്നെ വലിയ ആയുധമാക്കുന്നുണ്ട് കോൺഗ്രസ്. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളെ, മുതിർന്ന നേതാക്കളെ വേട്ടയാടുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഡൽഹിയിൽ BJP ആസ്ഥാനത്തേക്കൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ കോടതി ഇടപെടലിനെ കുറിച്ച് എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. ജെബി മേത്തർ MP നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ച്. ഒരു രാഷ്ട്രീയ വേട്ടയാടലുകളുടെ കഥകളുടെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു കാര്യങ്ങളാണ് ഈ കോടതി വിധിയിലൂടെ രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. കോടതികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തിരക്കഥകൾക്കുള്ള നാടകവേദികളല്ല, മറിച്ച് ഏറ്റവും കൃത്യമായ കാര്യങ്ങളുടെ
ക്ഷേത്രങ്ങളാണ് എന്നതുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. 2014 മുൻപ് സുബ്രഹ്മണ്യ സ്വാമി കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളതിൽ നിന്ന് അതിനുശേഷം നടന്ന 2021 വരെ മറ്റെല്ലാ സംവിധാനങ്ങൾ ഇതിൽ കാര്യമായി ഇല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് 2021 പെട്ടെന്ന് ആകാശത്ത് നിന്ന് PMLA ആയി ഇത് മാറുന്നു. ഇതിനെ കള്ളപ്പണം വെളുപ്പിക്കലായി മാറ്റുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ആ കുടുംബത്തെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഇതുവഴി ഇല്ലാതാക്കാൻ വേട്ടയാടാനുള്ള ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. മണിക്കൂറുകൾ, 8 മണിക്കൂറുകൾ, 9 മണിക്കൂറുകൾ, 12 മണിക്കൂറുകൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിങ്ങനെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ നിരന്തരമായി വേട്ടയാടുകളുടെ അവസാനം ഇപ്പോൾ കോടതി വിധിയിലൂടെ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു FIR പോലും ഇല്ലാതെയാണ് ഇത്രയും വലിയ ഒരു മാളിക, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള തരത്തിലുള്ള മാളിക കെട്ടിപ്പടക്കിയത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ വേട്ടയാടലുകൾ ഈ കോൺഗ്രസ് പാർട്ടിയോടും നേതാക്കന്മാരോടും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മല്ലികാർജുൻ ഖാർഗെജിയോടും ഒക്കെ ചെയ്തതിന് ഇവർ മാപ്പ് പറയണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിൽ പറയുവാനുള്ള ഒരു കാര്യം. പക്ഷേ ഇതിൽ പ്രത്യേകമായി ഇത് യങ് ഇന്ത്യ കമ്പനിയുടെ കാര്യം, AJL എന്ന കമ്പനിയുടെ, ഇതൊക്കെ 60-70 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെല്ലാം രാഷ്ട്രീയ തിരക്കഥയായിരുന്നു. ആ മുകളിൽ നിന്നും പൊട്ടി വീണ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ആര് കമാൻഡ് പറഞ്ഞതാണ് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇതിൽ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ഇത്രയും വേട്ടയാടലുകളൊക്കെ നടന്നെങ്കിലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെജിയും ഒക്കെ ജനങ്ങളുടെ ശബ്ദമായി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ വേട്ടയാടലുകളിലൊന്നും പതറാതെ ഒരടി പോലും പിന്നോട്ട് വെക്കാതെ ജനങ്ങളുടെ ശബ്ദമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര വേണമെങ്കിലും അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇല്ലാ കഥകൾ മെനഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതമായി ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഇതൊക്കെ ചെയ്താലും ആ ജനങ്ങളാണ് വലുത്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെയുള്ള ശബ്ദമുയർത്തുവാൻ കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടാകും എന്നുള്ളത് ഈ കാലഘട്ടത്തിലെല്ലാം എത്ര വർഷമെടുത്തുകൊണ്ടാണ് ഈ ഒരു കേസിലൂടെ, ഈ തൊട്ട് മുൻപ് പോലും ഒരു FIR ഈ കാര്യത്തിലിടുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ഒരു തിരക്കഥയാണ്. ആ തിരക്കഥ ഏറ്റവും കൂടുതൽ വേട്ടയാടാനായി ഭരണഘടനാ സംവിധാനങ്ങൾ പോലും ഏജൻസികൾ പോലും ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ മാറുമ്പോൾ അധികം വൈകാതെ തന്നെ ഇതിനൊക്കെ വലിയ മറുപടി ഇവർ ജനങ്ങൾക്ക് നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. BJPയുടെ തന്നെ രാഷ്ട്രീയ നാടകമാണ് കോടതിയുടെ ഇടപെടലിലൂടെ പൊളിഞ്ഞു വീണത് എന്നാണ് കോൺഗ്രസിന്റെ രാജ്യസഭ MP ജബി മേത്തർ പ്രതികരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.